RSSന്റെ ഭാഗമായിരുന്നു കൊണ്ടാണ് TG മോഹൻദാസ് പറയുന്നതെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള പത്രികയിലൂടെ നടത്തിയിട്ടുള്ള പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇപ്പൊ DYFI ഒക്കെ മാർച്ച് നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കും, എന്നുള്ള ശവം തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കും എന്ന് പറയുന്നതും, സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ താല്പര്യമുള്ളവരാണ് എന്നുള്ള രീതിയിലുള്ള കമന്റ്സ്, ഒരു സ്റ്റേറ്റ്മെന്റും അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആയിരുന്നുവെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോ RSS തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളോട് വിയോജിക്കുകയാണ്. അതായത് RSSുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെയാ നോക്കി കാണണ്ടേ? ഇതിനെങ്ങനെയാണ് പ്രജിത കാണാൻ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഒരു താൽക്കാലിക രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ കാണണോ അതോ അടിസ്ഥാനപരമായിട്ട് കാണണോ? നമുക്ക് രണ്ടും നോക്കാം. രണ്ടും നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അടിസ്ഥാനപരമായ വിഷയത്തിലൂടെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും, ആണെങ്കിൽ പോലും അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനാണ് പ്രധാനമന്ത്രി എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ സമീപനം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്, അത് വ്യക്തമാണ്, അല്ലേ? അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഒരു ജനായത്ത സംവിധാനത്തിൽ ഒരു പ്രതിഷേധത്തെ നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്, എങ്ങനെയാണ് സ്ത്രീകളുടെ രതി സ്വഭാവത്തെ കാണുന്നത്, ഇതിനെക്കുറിച്ചുള്ള സമീപനങ്ങൾ പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ TG മോഹൻദാസ് നമ്മൾ മലയാളികളുടെയും അല്ലെങ്കിൽ പൊതുവിൽ ആണുങ്ങളുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് രഹസ്യമായിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് പലരെയും യോജിക്കുന്ന പല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമുക്ക് കാണുന്നുമുണ്ട്. അപ്പോ ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? അപ്പൊ അദ്ദേഹത്തിന്റെ സമീപനത്തിലെ ആദ്യത്തെ ഭാഗം വെടിവെച്ചു കൊണ്ടുവന്നുള്ളതാണ്. അത് അക്രമമാണ്, അഗ്രഷനാണ്, വയലൻസ് ആണ്. അഗ്രഷനിൽ നിന്നാണ് വയലൻസ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഈ ബലാത്സംഗം ചെയ്യപ്പെടാൻ താല്പര്യമുള്ള ചില സ്ത്രീകളും, അല്ലെ എന്ന് പറയും. മൂന്നാമത് പറയുന്നത് പിന്നെ സ്ത്രീകളുടെ ശരീരം കാണുമ്പോൾ ആണുങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന പ്രലോഭനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകൾ വേഷം ധരിക്കുന്ന രീതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ സമീപനം ഞാൻ പറഞ്ഞല്ലോ, TG മോഹൻദാസ് ഇവിടെ പ്രതിനിധിയായിട്ടാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ തന്നെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ പ്രതിനിധിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ആണുങ്ങളുടെ പ്രതിനിധിയായിട്ട് കാണുന്നു. അപ്പൊ ഇത് TG മോഹൻദാസിലൂടെ തുടങ്ങിയ സംഗതിയല്ല, ആണുങ്ങളിലൂടെ ഈ ചരിത്രാതീത കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും ആണുങ്ങൾക്ക് ഈ ആന്തരികമായ പരിവർത്തനം ഉണ്ടായില്ല എങ്കിൽ ആണുങ്ങളിലെ ഈ അഗ്രഷൻ, കാര്യം ഈ പറഞ്ഞതുപോലെ ഇവര് ഗ്യാദറേഴ്സ് ആയിരുന്നല്ലോ, ആണുങ്ങള് കാട്ടിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന മനുഷ്യർ. നമ്മുടെ ഞങ്ങളുടെയൊക്കെ DNA ഒരു സംഗതിയാണ് ഈ ഗ്യാദറേഴ്സ് ആയിട്ട് നടന്നിട്ടുള്ള സാധനം. അപ്പൊ അത് എപ്പോഴും ഈ ആക്രമണവും വയലൻസും ആണുങ്ങളുടെ ഇതിലുണ്ടാവും. ആണുങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. അപ്പൊ അതിനെ എങ്ങനെ റിഫൈൻ ചെയ്യാം, അതിനെ എങ്ങനെ മിനുസപ്പെടുത്തിയിട്ട് ഒരു പരിവർത്തനം ഉണ്ടാക്കുക. ഈ പരിവർത്തനത്തിന് വേണ്ടിയിട്ട്, ഈ ആണുങ്ങളുടെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തുണ്ടായിരിക്കുന്ന മുഴുവൻ ഫിലോസഫിയും അതേപോലെ ആചാരങ്ങളും ഒക്കെ തന്നെ. കാര്യം സ്ത്രീകൾക്ക് ഈ പരിവർത്തനത്തിന്റെ ഒരു സാംസ്കാരികമായ പരിവർത്തനത്തിന് പ്രത്യേക വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. അവരുടെ ക്രാഫ്റ്റ്, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പരിശീലനങ്ങളും മറ്റും വേണ്ടത്. പിന്നെ ബാക്കി അവരുടെ ആന്തരികമായ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെയാണ് വേണ്ടത്. കാരണം സാംസ്കാരികമായിട്ട് അവർ വളരെ ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്, റിഫൈൻഡ് ആണ്. മറിച്ച് ആണുങ്ങള് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. എന്താണ് ഇപ്പൊ സ്ത്രൈണത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ചാന്ത്പട്ട് സിനിമയില് ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആ ഭാവങ്ങളെയൊക്കെ ഓർമ്മിക്കുന്നു. ഒരിക്കലും സ്ത്രൈണത അതല്ല. സ്ത്രൈണത എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റിക്ക് ലിംഗമുണ്ടോ? ഗുണത്തിന് ലിംഗമുണ്ടോ? മധുരത്തിന് ലിംഗമില്ലല്ലോ. ഇല്ല. അപ്പൊ എന്ന് പറയുന്നത് സ്നേഹത്തിന് ലിംഗമുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ കുട്ടികളെ എന്റെ അമ്മ എന്നെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതേപോലെ അവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളിടത്താണ് എന്റെ വെല്ലുവിളി വരുന്നത്.
മനസ്സിലായില്ലേ? അപ്പൊ അവിടെയാണ് ഈ അമ്മയുടെ സ്നേഹം പോലെ അമ്മ എൻ്റെ അടുത്ത് ചില സന്ദർഭങ്ങളിൽ പെരുമാറിയപ്പോൾ ക്ഷമിച്ചതുപോലെ എൻ്റെ കുട്ടികളെ ക്ഷണിക്കുകയും കരുതുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ എൻ്റെ അമ്മയുടെ ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പൊ അത് സ്ത്രൈണതയാണ്. അപ്പൊ ഈ സ്ത്രൈണത ഈ ഈ ആണുങ്ങൾ അവർ സ്വായത്തമാക്കുകയും അതവരുടെ ഭാവമാക്കി മാറ്റുകയും ആ ലെവലിലേക്ക് പരമാവധി ഉയരുന്ന സന്ദർഭത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ എൻലൈറ്റ്മെന്റ് സോൺ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗാന്ധിജിയും ബുദ്ധന്റെയും അവരുടെയൊക്കെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അവരെയാണ് ശരിക്കും പുരുഷന്മാരെന്ന് പറയുന്നത്. ആണുങ്ങളെന്ന് ബാക്കിയുള്ളതൊക്കെ ആണുങ്ങളാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് പുരുഷനാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതായത് ഈ ആണുങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള ചില ഗുളികകൾ മരുന്നുകൾ ഇപ്പൊ അധികം കാണാറില്ല. ഇടക്കാലത്തുണ്ടായിരുന്നു. ആ മരുന്നിന്റെ സമീപത്തിൽ ഒരു തോക്ക് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ആണുങ്ങൾ ഈ രതിയെ പോലും വയലൻസ് ആയിട്ട് അല്ലെങ്കിൽ അഗ്രഷനോട് ഒരു 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 യുദ്ധമായിട്ടാണ് കാണുന്നത്. ആ യുദ്ധമായിട്ട് കാണുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം ചിന്തകൾ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ രതി എന്ന് പറയുന്നത് ഒരു രണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് അത് രമിക്കലാണ്. അതുകൊണ്ടാണ് രതിയും രമയും എന്നൊക്കെ പറയുന്ന സംഘം. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യനിലും അവശേഷിക്കും ഈ രതിയോടുള്ള താല്പര്യം. പക്ഷെ ഈ യുദ്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തി ഒരിക്കലും രതി അറിയാതെ പോകും. അതറിയാതെ പോകുന്നതുകൊണ്ടാണ് ഈ 100 വയസ്സായിട്ട് എന്താ പറയുക മരിക്കാൻ കിടക്കുമ്പം പോലും ഈ ആണുങ്ങളിൽ ഈ ആഗ്രഹം അവശേഷിക്കുന്നത്. അത് കാരണം അവരുടെ ജീവിതത്തിൽ അത് അറിയുന്നില്ല. ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടുള്ള ശീലമേ ഉള്ളൂ. ഇതാണ് ഈ ആണുങ്ങളെ നയിക്കുന്ന പൊതുവായ ഘടകം. ഇതുകൊണ്ടാണ് ഈ ആണുങ്ങൾ ഈ സകല ഈ സ്ത്രീകൾ അവരുടേതായ ഒരു രതി നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ ആണുങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു സംതൃപ്തിയിലേക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഈ അധികാരം ഉപയോഗിച്ച് മസിൽ പവർ ഉപയോഗിച്ച് വയലൻസ് ഉപയോഗിച്ച് സ്ത്രീകളെ അടിച്ചമർത്തുകയും നിയമങ്ങൾ ഉണ്ടാക്കുകയും ചിട്ടകൾ ഉണ്ടാക്കുകയും മത അധ്യക്ഷന്മാർ അതിന്റെ പേരിൽ പിടിച്ചിരിക്കുകയും ചെയ്യും. ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അടിസ്ഥാനപരമായ സാധനം. ഇത് എല്ലാ മനുഷ്യരെയും നയിക്കുന്നുണ്ട്. ഇത് സ്ത്രീകളെയും നയിക്കും. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ സ്ത്രീ വിമോചന സ്ത്രീകൾ സ്വാഭാവികമായിട്ടും അവര് സഹിച്ചു മടുത്തു എന്നുള്ളത് സംശയമില്ല. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷനിലേക്ക് അവർ പൊട്ടിത്തെറിച്ച് വരുന്നതും ഈ അഗ്രഷനിലൂടെയാണ്. അത് അവരെയും ഈ സ്വാധീനിക്കുകയാണ്. ഈ ആണുങ്ങളുടെ ഈ വരുത്തി വെച്ചിട്ടുള്ള ആ ഒരു സ്വഭാവ പ്രതികരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്താണ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുക. ഇപ്പൊ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി ഒരാളെ ഇട്ടിച്ച് തറയിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ത്രീ ശാക്തീകരണമായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിക്കേണ്ട കാരണം ഇതാണ്. അവിടെ സ്ത്രീകളിലൂടെയും സ്ത്രൈണത നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാനമായ ഒരു ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ടി ജി മോഹൻദാസ് അദ്ദേഹം ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ അതിനെയൊക്കെ ഞാൻ പറഞ്ഞു ഇത്തരം വിഷയങ്ങളിലേക്ക് സമൂഹം കണ്ണു തുറക്കേണ്ട ആവശ്യം വന്നിരിക്കും. വിശേഷം ഇപ്പോഴത്തെ നമ്മളുടെ ഈ പുതിയ ഇപ്പൊ ജെൻസികളുടെ സ്ത്രീ പുരുഷ ബന്ധത്തിലൊക്കെ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ അവര് തമ്മിൽ ഇടപെടുന്നതിനകത്താണെങ്കിലും ഒരുപാടുണ്ട്. പക്ഷെ അതേ സമയത്ത് അതേപോലെ അപഭ്രംശങ്ങളും അതിന്റെ തന്നെ മറവിൽ ആ പൊതു സ്വഭാവത്തെ കൾച്ചറിന്റെ മറവിൽ തന്നെ ഒരുപാട് ചൂഷണങ്ങളും അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണിനെ നയിക്കുന്നത് പേടിയാണ്. ഈ പെൺപേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണിനെ കൊണ്ട് ഈ വയലൻസും ഈ അധികാരം പ്രയോഗിക്കലും ഒക്കെ വരുന്നത്. നമ്മളിവിടെ മാധ്യമങ്ങൾ എടുത്തു നോക്കുക. ഈ അടുത്ത കാലത്ത് പനമ്പള്ളി നഗറില് ഒരു പെൺകുട്ടി ഒരു ഫ്ലാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കൊന്നു ഇല്ലേ? ആ പെൺകുട്ടിയുടെ എന്നിട്ട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാമോ, മനുഷ്യ മനസ്സുണ്ടോ ആ സ്ത്രീക്ക് എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അതിനെ കൈകാര്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ഒരാളെ പ്രണയിച്ചിട്ടുണ്ടാവും, അയാൾക്ക് പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതിൽ നിന്ന് ഗർഭമുണ്ടായപ്പം ഈ ഗർഭത്തിന് കാരണക്കാരനായ യുവാവ് മുങ്ങിക്കളഞ്ഞു. അവൻ പേടിച്ചൂറിയാണ് അല്ലേ? അവസാനം ഇവൾക്കത് നിവൃത്തിയില്ലാതെ ഈ പ്രസവിച്ച കുട്ടിയെ അവൾ സമാധാനമായിട്ടായിരിക്കത്തിൽ എടുത്തെറിഞ്ഞിരിക്കുന്നത്. അവളുടെ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക, ഗതികേടിന്റെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക, സാമൂഹികമായ സമ്മർദ്ദങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഒരു അവസ്ഥയെ നമ്മൾ കാണുന്നില്ല. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ആ പെൺകുട്ടിയുടെ ക്രൂരതയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. മറിച്ച് ആ പെൺകുട്ടിയുടെ അവസ്ഥയെ നമ്മൾ കാണുന്നില്ല. ഒരു യുവാവിന്റെ ഭീരുത്വമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നയിച്ചതെന്ന് നമ്മൾ കാണുന്നില്ല.
അപ്പൊ ഈ പേടിയിൽ നിന്നാണ് വയലൻസ് വരുന്നത്. ടിജിക്കും ഈ പേടിയാണ്. ഉണ്ടാവാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. പക്ഷെ ഇവിടെ സത്യത്തിൽ പെട്ടുപോയത് ഉം. ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉം. ആത്യന്തികമായി അതിലേക്ക് പേടി എന്നുള്ള ഒരു എലമെന്റ് ആണല്ലോ. അതെ. പക്ഷെ ടി ജി വന്ന് നിന്നിട്ട് ഇത്രയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ഉം. ടി ജിക്കെതിരെ പോലും രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഉം. നമുക്കറിയാലോ, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് തീർച്ചയായിട്ടും പറയുന്നത് പോലെയാണ്. അപ്പോ RSS ഇതിനെ തള്ളണം എന്നുണ്ടെങ്കിൽ RSSന് കൃത്യമായിട്ട് ഈ നിലപാടിന്റെ പ്രശ്നം മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ടി ജിയെ പോലൊരു വ്യക്തിത്വം വന്നിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുമെന്നുള്ളത് വളരെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ പ്രജിത, അത് പിൻവലിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ഒരു സമീപനം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് അവിടെ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പൊതുവിൽ മിക്ക ആണുങ്ങളിലൊക്കെ ഈ സംഗതിയുണ്ട്. മനസ്സിലായല്ലേ? ഇപ്പൊ ഇത് അവിടെയാണ് ഇപ്പൊ TG മോഹൻദാസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ മനുസ്മൃതി വായിക്കാത്തതിന്റെ പ്രശ്നമാണ്. അദ്ദേഹം വായിച്ചിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ അത് വായിച്ചിട്ട് കാര്യമില്ല. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്തുള്ള ശില്പങ്ങൾ, മലിനമായ ശില്പങ്ങൾ കാണാറുണ്ട് അല്ലെ? നൃത്തരൂപത്തിലിരിക്കുന്ന ശില്പങ്ങളാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യത്തിന്റെ തലത്തിലേക്ക് ആണുങ്ങളെ ഉയർത്താനും വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. കാര്യം ഇത് നമ്മുടെ ഇപ്പൊ പ്രകൃതി നേരിടുന്ന പ്രശ്നം, ഈ സ്ത്രീകളോടുള്ള സമീപനമാണ് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ പ്രകൃതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കേരളത്തിലെ ആണുങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീകളെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ള സാധനം. ഇപ്പൊ നമ്മുടെ ഭാഷ പോലും അങ്ങനെയാണ്. ഉദാഹരണത്തിന് ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ എന്ന് പറയും. എന്താ അതിന് മലയാളം പറയുന്നത്? പാരിസ്ഥിതികമായിട്ട് ലോലമായ സ്ഥലം അല്ലെ? ലോലം എന്ന് പറഞ്ഞാൽ ദുർബലം എന്നുള്ള അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? മറിച്ച് ഇപ്പൊ പാറക്കെട്ടും മറ്റൊക്കെ ഉള്ളതാണ് നല്ല കട്ടിയുള്ള സ്ഥലം അല്ലെ? അത് എക്കോളജിക്കലി ഫ്രജൈൽ അല്ല. മറിച്ച് ഈ ചില ജീവികളൊക്കെ, ചില സൂക്ഷ്മ ജീവികളൊക്കെ ജന്മമെടുത്ത് ഏതാനും നിമിഷങ്ങളോ മണിക്കൂറുകളോ ജീവിച്ചിട്ട് മരിച്ചു പോകുന്ന അവസ്ഥയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പുല്ലുകളും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ജീവൻ ഉണ്ടാവും, ജീവന്റെ വർധന നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവൻ ഉടലെടുക്കുന്ന സ്ഥലം, അതാണ് ശക്തി എന്ന് പറയുന്ന സാധനം. ആ ശക്തി കേന്ദ്രത്തിനെ നമ്മൾ എക്കോളജിക്കലി ഫ്രജൈൽ എന്ന് പറയുന്ന പാശ്ചാത്യ വീക്ഷണം നമ്മൾ കടമെടുത്തിട്ട് ഈ ശക്തിയെ നമ്മൾ ദുർബലം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ സ്ത്രീയിൽ നമ്മൾ കാണുന്ന സാധനം അതാ. സ്ത്രീയുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ അവളെ ദുർബലമായിട്ട്, ഫ്രയൽറ്റി ദൈ നെയിം ഈസ് വുമൺ അല്ലെ? ചാബല്യമേ നിന്റെ. അപ്പോഴും എനിക്കൊരു സംശയം, കാരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും, ഇതൊക്കെയാണ് എന്ന് പറയുമ്പോഴും പ്രസന്റ് സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ച ഒരു ആഘാതമുണ്ട്. ആർക്കുള്ള ആഘാതം? അതായത് ഈ ഒരു വിധം റൈറ്റ് വിങ് ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം, അതായത് അവർ ഇതുവരെയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യാതൊരു മറയുമില്ലാതെ, മടിയുമില്ലാതെ ആ ഒരു അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പാറ്റേണിൽ അദ്ദേഹം വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നത്. ഇപ്പോഴും പറയുന്നുണ്ട് അത് ആയിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ വെടിവെക്കുമായിരുന്നു, ശവം തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു, അവിടെ പോകുന്ന സ്ത്രീകൾ ഇങ്ങനെ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്നത്. അപ്പോ ഇത് ശരിക്കും ഈ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലേ? അവിടെയാണ് അതിന്റെ രാഷ്ട്രീയം വരുന്നത്. രാഷ്ട്രീയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പേടിയിൽ നിന്നാണ് ഇത് വരുന്നത്, ഭയത്തിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇത്രയും പേരെ വെടിവെച്ച് കൊല്ലും, ഗവൺമെന്റിനെ വല്ല ഒരു മുൾമുനയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് എന്താ വേണ്ട? അധികാരമുണ്ട്, കർഫ്യൂ പ്രഖ്യാപിക്കും, മൈക്ക് കൊണ്ട് അനൗൺസ് ചെയ്യും, അനൗൺസ് ചെയ്ത് പേടിപ്പിച്ച് അവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെടിവെക്കും, ചത്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടിടും. ഇത് ഭീതിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഭീതിയിൽ നിന്നാണ് എല്ലാ വയലൻസും ഉടലെടുക്കുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ മനുസ്മൃതിയല്ല, ഈ ഭാരതീയ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? പേടിയാണ് സകല വൈകൃതങ്ങളുടെയും പ്രഭവ കേന്ദ്രം. ആ പേടിയിൽ നിന്ന് മോചിതമാവുക, അതാണ് ഈ ഭാരതീയ സംസ്കൃതി മുന്നോട്ട് വയ്ക്കുന്നത്. അത് TG മോഹൻദാസിന് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം എല്ലാം ഉദ്ധരിക്കും. അപ്പം അദ്ദേഹത്തിന്റെ കുഴപ്പമല്ലത്, ഇതെല്ലാവരും ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർക്ക് പോലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ ഈ പേടിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ നിങ്ങൾ, അതുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് വിജയൻ എന്നൊക്കെ പേരിട്ട് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? പേടി വിജയിക്കുന്നത്. അതെ. അപ്പൊ നിർഭയത്വം, ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം, നിർഭയത്വത്തിന്റെ ഉദാഹരണം. അത് അവിടേക്കാണ് നമ്മൾ ഈ ഒരു നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭംഗി കാണേണ്ടത്.
അതായത് ത്യാഗരാജസ്വാമികളുടെ കാലം, ത്യാഗരാജസ്വാമികളുടെ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിനെ കണ്ട ഒരു ഭിക്ഷുവിന്റെ ലക്ഷണമായിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു വലിയ സംഗീതജ്ഞനൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സർഫോജി രാജാവ് ഇദ്ദേഹത്തിന് ആളിനെയായിട്ട് വിളിപ്പിക്കും. ഇദ്ദേഹത്തിന് സകലവിധമായിട്ടുള്ള സൗകര്യങ്ങളും കൊട്ടാരങ്ങളും രത്നങ്ങളും എന്തു വേണമെങ്കിലും ധനം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ രാജാവിനെ കുറിച്ചൊരു പാട്ട് പാടാൻ പറയും, സ്തുതിഗാനം പാടാൻ പറയും. അപ്പം എന്ത് സമ്പത്ത് ഗുണങ്ങളും ഉണ്ട്, അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ രാജാവിന്റെ ആജ്ഞ ലംഘിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്താ? തല പോവും, അല്ലേ? അപ്പൊ അദ്ദേഹം അവിടെ നിന്നിട്ട് അത് കണ്ടിട്ട് ഈ ഈ സ്വത്തൊക്കെ ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് കണ്ടിട്ട് ഇദ്ദേഹം ഒരു കീർത്തനം പാടുകയാണ്. ആ കീർത്തനമാണ് നിധിജാല സുഖമ. ആ ഗംഭീര സാധനമാണ്, അതെല്ലാവരും പാടിയിട്ടുണ്ട്, നമ്മുടെ സംഗീതജ്ഞർ എല്ലാവരും പാടിയിട്ടുള്ള സംഗതിയാണ്. നിധിജാല സുഖമ എന്ന് കേട്ടു. അതായത് ഈ നിധിയൊക്കെയാണോ എൻ്റെ രാമനെ പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ഗംഗാജലം എടുത്ത് കുടിക്കുന്നതിന് തുല്യം ഒക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ള ഗംഭീരമായ വരികളുമാണ്. അത് ഏത് രാഗത്തിലാണ് പാടിയിരിക്കുന്ന അറിയോ? കല്യാണി രാഗത്തിലാണ്. കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മിക്ക നമ്മുടെ പിന്നെ എന്താ പ്രണയ ഗാനങ്ങളും മറ്റുമൊക്കെ ഊർജം ഇങ്ങനെ എല്ലാം ഈ വലിയ രാഗങ്ങൾ, എന്താ പറയുക, ഞാൻ സംഗീതജ്ഞനൊന്നും അല്ല എങ്കിലും, അപ്പൊ ആ ഒരു കല്യാണി രാഗത്തിലാണ് ഇത് പാടിയിരിക്കുന്നത്, സന്തോഷത്തിൽ. ഈ പാട്ട് കേട്ടിട്ട് രാജാവിന്റെ മനസ്സ് മാറുകയും ഈ സ്വാമികളോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തതാണ്. അവിടെയാണ് ഈ ധൈര്യത്തിന്, ഇതിനെയാണ് നിർഭയത്വം എന്ന് പറയുന്നത്. തല പോകുമെന്ന് അറിഞ്ഞിട്ട് പോലും കല്യാണി രാഗത്തിൽ, സന്തോഷത്തിന്റെ ഏറ്റവും മൂർത്തമായ ഭാവം പ്രകടിപ്പിക്കാവുന്ന രാഗത്തിൽ ഈ ഇതൊക്കെയാണോ സുഖം തരുന്നത് അതോ മറ്റേതാണോ എന്ന് ചോദിച്ചിട്ട് പാടിയൊരു പാട്ട്. ഇതിനെയാണ് നിർഭയത്വം എന്ന് ഭാരതം വിളിക്കുന്നത്. ഈ നിർഭയത്വം അറിയാവുന്നവൻ ഭരണാധികാരിയാകണം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഈ രാജാവിന്റെ പണ്ടൊക്കെ തലയിലൊക്കെ ഈ കിരീടം വെച്ചിരിക്കുന്ന സംഗതി. അപ്പൊ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ BJP നേതാക്കന്മാരും RSSകാരും അല്ലെങ്കിൽ TG മോഹൻദാസും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു ഘടകം അതാണ്. നിർഭയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ മോഹൻലാലിന്റെ ഈ മറ്റേ സിനിമകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ എന്താണ് നരസിംഹത്തിനകത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു വെച്ച് മീശയൊക്കെ ചുരുട്ടി ഞാനങ്ങ് ചുരുട്ടിക്കളയും എന്നൊക്കെ പറയുന്ന, അത് ഭീരുവിന്റെ ലക്ഷണമാണ്. കഥാപാത്രത്തിന്റെ ഭീരുക്കളായ കഥാപാത്രത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അതാണ് മലയാള സിനിമയിലൊക്കെ എടുത്ത് നോക്കുക. ഇപ്പൊ വില്ലനും ഹീറോയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വില്ലൻ കാണിക്കുന്ന വൃത്തികേടിനേക്കാൾ ഗുണ്ടാത്തരം ഹീറോ കാണിക്കുന്നു. അപ്പൊ ഉടനെ തന്നെ അപ്പുറത്ത് നമ്മുടെ സംവിധായകൻ ഒരു നായികയെ കൈയടിച്ച് കാണിക്കുന്നു, പ്രണയമാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളുടെ ഈ ധീരതയെ കുറിച്ചിട്ടൊക്കെ ഉള്ള ധാരണ വരുന്നത്. ഇപ്പൊ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് അദ്ദേഹം കണ്ണൂർ പോയി പ്രസംഗിച്ചു, ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നടന്നു വന്നതാണ്. അത് ഭീരുത്വമാണ്. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹത്തിന് അറിയാം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോര ഒഴുകുന്ന ഒരു ശക്തി പുറകിൽ നിൽപ്പുണ്ട് എന്നുള്ള അറിയാൻ പറ്റും. അതിനകത്തുള്ള ഒരു അഭയം കൊണ്ടാണ് ഈ അദ്ദേഹം അതിലേക്ക് നടന്നു വന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ഇതൊക്കെ ഭീതിയുടെ പല രൂപങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തില്, അല്ലെങ്കിൽ ഈ ജൻസികളൊക്കെ ഈ തലമുറയായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം സൂക്ഷ്മമായ ഘടകങ്ങളിലേക്ക് നമ്മളുടെ ചർച്ചകൾ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ രാഷ്ട്രീയമായിട്ട് ഈ പറഞ്ഞതുപോലെ TG മോഹൻദാസിനെ ഇപ്പം RSS തള്ളി പറഞ്ഞിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഒരു വളരെ വ്യക്തമായിട്ട് ആ സംഘടന അതിൻ്റെതായിട്ടുള്ള സമീപനം കാണിച്ചിരിക്കുന്നു. കാരണം യഥാർത്ഥത്തിൽ TG മോഹൻദാസ് ഭാരതാംബയെ അപമാനിച്ചിരിക്കുകയാണ്, അല്ലേ? ഓരോ സ്ത്രീയും ഭാരതാംബ എന്നുള്ളതാണല്ലോ സങ്കല്പം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഭാരതാംബയ്ക്കും ബലാത്സംഗം ചെയ്യപ്പെടാൻ താല്പര്യമുള്ള ഭാരതാംബമാരും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും RSS ഇത് സ്വാഭാവികമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനെ നമ്മൾ വെറുതെ അദ്ദേഹത്തിനെതിരെ ഇപ്പം എന്താ പറയുക ജാഥ നടത്തിയതുകൊണ്ടോ അതിനൊന്നും കാര്യമില്ല. ഇതിനൊക്കെ ഞാൻ പറഞ്ഞ ഇന്നത്തെ ഈ മാധ്യമ ലോകത്തിൽ ഇതിനെയൊക്കെ തുറന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അവസരങ്ങളായി മാറും. അതാണ് ഗാന്ധിജി ചെയ്ത പ്രക്രിയ. ഗാന്ധിജിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സർഗാത്മകമായിരുന്നു. ഇപ്പൊ ഈ കുട്ടികളുടെ ഈ ഒരു സംഗതിയിൽ നമ്മൾ ഈ CJPയുടെ സമരത്തിലും കണ്ടത് ആ സർഗാത്മകതയുടെ
ചില സ്ഫുരണങ്ങളാണ്. അത് നമ്മൾ വിശദമായിട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് അവർ പോലും അറിയണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയാളെ കേസെടുക്കണം, കേസെടുപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ തന്നെ കേസിനുള്ള ഡിഫൻസ് ആയി കഴിഞ്ഞു. ആയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്, ചെയ്യണം എന്നല്ല പറഞ്ഞത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് നമ്മൾ വിധേയമാക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്.